ബേത്ത്ലേഹേമിലൊരു പ്രശ്നമുണ്ടാവുകയാണ്. അവിടെ ക്ഷാമമുണ്ടാവുകയാണ്. എങ്ങനെ ക്ഷാമമുണ്ടായപ്പോൾ അപ്പോഴവിടെയുള്ള ജനം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നെന്ന് വെച്ചാൽ, ആ വചനം ന്യായപ്രമാണ പുസ്തകം അവർ വായിക്കേണ്ടിയിരുന്നു. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രതികൂലമായുള്ള സന്ദർഭങ്ങളാകട്ടെ, ഇവ എന്തിനാണ് ഉണ്ടാകുന്നതെന്നും അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉപദേശിച്ചു തരും. കഷ്ടതയുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. രോഗമുണ്ടാകുമ്പോൾ സൗഖ്യം തരുന്നത് ദൈവവചനമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ ആലോചനകൾ പറഞ്ഞു തരുന്നത് ദൈവവചനമാണ്. നീ ഇരുളിൽ തപ്പിത്തടയുന്ന സമയത്ത് നിനക്ക് വെളിച്ചം കാണിച്ചു തരുന്നത് ദൈവവചനമാണ്. നീ വീണുപോകുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് വചനമാണ്. നീ ആകുലപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ആശ്വസിപ്പിക്കുന്നത് വചനമാണ്. നിന്റെ പാതയ്ക്ക് പ്രകാശമായിത്തീരുന്നത്, നിന്നെ വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിന്നെ ശുദ്ധമാക്കുന്നത് വചനമാണ്. നിന്നെ ബലപ്പെടുത്തുന്നത്, നിന്നെ ഉണർത്തുന്നത് വചനമാണ്. ഇങ്ങനെയുള്ളതായ വചനത്തെ ആളുകൾ അശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കുവാൻ കഴിഞ്ഞില്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവർ വചനത്തിലേക്ക് തിരിഞ്ഞില്ല. എലീമേലെക്കിന് അതാണ് സംഭവിച്ചത്. പ്രശ്നമുണ്ടായപ്പോൾ, ക്ഷാമമുണ്ടായപ്പോൾ താൻ ആദ്യം ചെയ്യേണ്ടതായ കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ ആയിരുന്നിടത്തൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇന്ന് നീ ആയിരിക്കുന്ന ഇടത്ത് ഒരു പ്രശ്നമുണ്ടാകുന്നു. നിന്റെ ജോലിയുടെ വിഷയത്തിൽ പ്രശ്നമുണ്ടാകുന്നു. നീ താമസിക്കുന്നിടത്ത് ഒരു പ്രശ്നമുണ്ടാകുന്നു. നിന്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുന്നു. നിന്റെ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. നിന്റെ ജോലിയുടെ കാര്യത്തിൽ, വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകുന്നു. കാരണമെന്താണ്? ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. പ്രശ്നത്തിന് കാരണമെന്താണെന്ന് നീ ഗ്രഹിച്ചാൽ നല്ലതാണ്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ കുറവ് കൊണ്ട് അത് ഉണ്ടായതാണെങ്കിൽ, നിന്റെ വിവേകമില്ലായ്മ കൊണ്ട് ഉണ്ടായതാണെങ്കിൽ, ദൈവത്തെ വിട്ട് അകന്ന് നീ ജീവിച്ചതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായതാണെങ്കിൽ, നീ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിലേക്ക് വരണം. കർത്താവേ, ഞാൻ നിന്നെ വിട്ട് അകന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനിടയായത്. നിന്റെ വചനം ഞാൻ കേൾക്കാത്തതുകൊണ്ടാണ്, നിനക്കെതിരായിട്ട് ഞാൻ ജീവിച്ചതുകൊണ്ടാണ്, എൻ്റെ സ്വാർത്ഥമായ ജീവിതം ഞാൻ ജീവിച്ചതുകൊണ്ടാണ്, അനീതി ചെയ്തുകൊണ്ട്, അവിഹിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇവയുണ്ടായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനോട് ക്ഷമിക്കണമേ. ഇങ്ങനെ ദൈവസന്നിധിയിൽ വന്നിട്ട് ആ പ്രശ്നത്തിന് കാരണമെന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ഏറ്റുപറയുകയാണെങ്കിൽ നല്ലതാണ്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നീ അതിനെ നേരിടണം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നീ അതിനെ ജയിക്കണം. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയണം. പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണമെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതല്ലാതെ ഒരു പ്രശ്നമുണ്ടാകുന്നതായ സമയത്ത് നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ ആ പ്രശ്നം നിന്നോട് കൂടെ വരും. പല സന്ദർഭങ്ങളിലും മനുഷ്യരുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് കാരണമെന്താണെന്ന് മനസ്സിലാക്കാതെ, ആ പ്രശ്നത്തെ നേരിടുവാൻ കഴിയാതെ, പ്രശ്നത്തെ നേരിട്ട് ജയിക്കാതെ ഓടിപ്പോകുന്നത് കാണാം. നീ അവിടെ നിന്നും ഓടിപ്പോയതുകൊണ്ട് മാത്രം, നീ സ്ഥലങ്ങൾ മാറ്റിയതുകൊണ്ട് മാത്രം, നിന്റെ ജോലികൾ മാറ്റിയതുകൊണ്ട് മാത്രം, നിന്റെ വ്യാപാരം ചെയ്യുന്ന കടകൾ മാറ്റിയതുകൊണ്ട്, നിന്റെ വീടുകൾ നീ മാറ്റിയതുകൊണ്ട് മാത്രം നിന്റെ പ്രശ്നം നിന്നെ വിട്ടുമാറുക ഇല്ലെന്നോർക്കണം. തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നത്തിന് കാരണമെന്ത്? ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുന്നത് കൊണ്ട് മാത്രം ആ പ്രശ്നം നിന്നെ വിട്ടു മാറില്ല. മാത്രമല്ല, ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും. യോബിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടാകുകയാണ്. ആ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. താൻ നീതിമാനാണ്, അതുപോലെ നിഷ്കളങ്കനുമാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ എഴുന്നേറ്റ് യാഗമർപ്പിക്കുന്ന മനുഷ്യൻ പെട്ടെന്നിതാ തന്റെ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെടുകയാണ്. തന്റെ മക്കളെയെല്ലാം നഷ്ടപ്പെടുവാനിടയായി. അവസാനം തന്റെ ആരോഗ്യവും നഷ്ടപ്പെടുവാനിടയായി. തനിക്ക് ആശ്വാസം നൽകേണ്ടവളായ ഭാര്യ പോലും വന്നിട്ട് പറയുകയാണ്, ഇപ്പോഴും ആ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? അവനെ തള്ളിപ്പറഞ്ഞു പോയി മരിക്കുക എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കാനിടയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? ഇയ്യോബ് ഒരുപാട് തവണ ആലോചിച്ചു നോക്കിയിട്ടും പരിശോധിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, ദൈവമേ, എൻ്റെ പാപങ്ങൾ എത്ര, എൻ്റെ അതിക്രമങ്ങൾ എത്രയാണ്? കർത്താവേ, എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് എന്നോട് ഓർമ്മിപ്പിക്കണമേ, ഞാൻ അവയെല്ലാം തിരുത്താം. ഇങ്ങനെ തൻ്റെ ഹൃദയത്തെ താൻ പരിശോധിക്കുവാനിടയായി. താൻ പരിശ്രമിച്ചു നോക്കി, ഒരുപാട് ആലോചിച്ചു നോക്കി, എന്നാൽ ഉത്തരമൊന്നും ലഭിച്ചില്ല. ഇപ്പോഴെന്തു ചെയ്യണം? ഇത്രയും കാലമായിട്ട് ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ഇത്രയും കാലമായിട്ട് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്.
അവൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മക്കളെയും അങ്ങനെ തന്നെയാണ് വളർത്തിയത്. സത്യസന്ധതയോടെ, നിഷ്കളങ്കതയോടെ ഞാൻ ജീവിക്കുന്നു. ഇയ്യോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഇയ്യോബിനെപ്പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമായ അവൻ ഭൂമിയിൽ ആരും തന്നെ ഇല്ലായിരുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യം കൊടുത്തു. ഇത്രയും നീതിമാനും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യൻ ഭൂമിയിൽ വേറെ ആരുമില്ല എന്ന് ദൈവം തന്നെ പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്? എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകാനിടയായത്? ദൈവസന്നിധി വിട്ട് ഓടിപ്പോകണമോ? എന്താണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എൻ്റെ പ്രാർത്ഥനയും എല്ലാം ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു? എൻ്റെ വിശ്വാസമെല്ലാം വൃഥാവായിപ്പോയോ? ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തപ്പോൾ ഈ കഷ്ടതകൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്നത്? ഓടിപ്പോകാമെന്ന് ഇയ്യോബും തീരുമാനിച്ചുവെങ്കിൽ എലിമലേക്കിൻ്റെ ജീവിതം പോലെ ഇയ്യോബിൻ്റെ ജീവിതവും ദാരുണമാകുമായിരുന്നു. എന്നാൽ ഇയ്യോബ് ഒരു തീരുമാനമെടുക്കുകയാണ്. അവൻ്റെ തീരുമാനം എന്തായിരുന്നു എന്നറിയാമോ? 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഇതാ അവൻ എന്നെ എന്താണ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്ന് പറയുകയാണ്. ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവനെന്നെ കൊന്നാലും ശരി, ഞാൻ ഒരു നാളും എൻ്റെ ദൈവത്തെ വിട്ടുമാറുകയേ ഇല്ല. അവൻ്റെ മേലുള്ളതായ എൻ്റെ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇതാണ് ഒരു നീതിമാൻ എടുക്കേണ്ടിയിരിക്കുന്നതായ തീരുമാനം. ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ? എങ്കിൽ നിന്റെ തീരുമാനം ദൈവഹിത പ്രകാരമായിരിക്കണം, നിന്റെ നന്മയായിരിക്കണം. അതല്ലാതെ ആ തീരുമാനം നിനക്ക് ആപത്ത് കൊണ്ടുവരരുത്, നിനക്ക് നാശം കൊണ്ടുവരുവാൻ പാടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ സഹായിച്ചല്ലോ. കേട്ടതായ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നാമതായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് വചനപ്രകാരമുള്ളതായ വഴികളെ ഞങ്ങൾ കണ്ടുപിടിക്കണം. നിന്റെ സഹായത്താൽ അതിനെ ജയിക്കണം. അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തെറ്റായ ചുവടുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ മാറിപ്പോവുകയാണെങ്കിൽ, കർത്താവേ, ഞങ്ങൾ പിശാചിന്റെ കൈകളിൽ വീണു പോവുകയാണെങ്കിൽ പിശാച് ഞങ്ങളെ ഇല്ലാതാക്കാനിടയാകും. ഈ സത്യം മനസ്സിലാക്കി ഇയ്യോബിനെ പോലെ കഷ്ടതയാണെങ്കിലും നഷ്ടമാണെങ്കിലും നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമെന്ന് പറയുന്നതായ ആത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.